നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ക്ലൈമാക്സിൽ ആര്? ഉത്തർപ്രദേശിൽ അച്ഛന്റെയും മകന്റെയും രാഷ്ട്രീയ നാടകത്തിനിടെ സമാജ്വാദി പാർട്ടിയിൽ വീണ്ടും പ്രതിസന്ധി. അഖിലേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി മുലായം സിംഗ് യാദവ്. സൈക്കിൾ ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിക്കാൻ അഖിലേഷിന് അധികാരമില്ല. താൻ പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചത് ഒരുപാട് സഹനങ്ങളിലൂടെയെന്നും വിശദീകരണം. സമാജ്വാദി പാർട്ടി ഉണ്ടാകുമ്പോൾ അഖിലേഷിന് 2 വയസ്സ് മാത്രം. താൻ ശ്രമിക്കുന്നത് പാർട്ടിയെ ഐക്യത്തോടെ നയിക്കാൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നത് ശിവപാൽ യാദവ് മാത്രം. രാംഗോപാൽ യാദവ് ശ്രമിക്കുന്നത് പാർട്ടിയെ തകർക്കാനെന്നും മുലായം. ഭൂരിപക്ഷ പിന്തുണ തെളിയിക്കുന്ന പട്ടികയുമായി അഖിലേഷ് മുലായവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കെ അന്തിമ തീരുമാനം കമ്മീഷന്. മത്സര ചിഹ്നം ആർക്കെന്ന കാര്യത്തിലും തർക്കത്തിന് തുടർച്ച. സൈക്കിൾ ചിഹ്നം കിട്ടിയില്ലെങ്കിൽ അഖിലേഷ് പാർട്ടി വിടുമെന്നും അഭ്യൂഹം. കബളിപ്പിക്കലെന്ന് കോൺഗ്രസ്. നോട്ട് നിരോധനത്തിൽ മോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് ജൻവേദന സമ്മേളനം. 1000-500 രൂപ നോട്ടുകൾ പിൻവലിച്ചത് മോദിയുടെ വ്യക്തിപരമായ തീരുമാനമെന്ന് രാഹുൽ ഗാന്ധി. റിസർവ് ബാങ്കിനെ കബളിപ്പിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ ദുർബലമാക്കിയെന്നും വിമർശനം. 70 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് 2 വർഷം കൊണ്ട് മോദി നഷ്ടപ്പെടുത്തി. രാജ്യത്ത് നല്ല ദിനങ്ങൾ മടങ്ങിവരാൻ കോൺഗ്രസ് അധികാരത്തിലെത്തണമെന്നും ഉപാധ്യക്ഷൻ. അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി. വീഴ്ചയിൽ പരിശോധന. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തുടർ നടപടികളുമായി സർക്കാർ. സ്വാശ്രയ കോളേജുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായ സമിതി. സാങ്കേതിക സർവകലാശാല അധികൃതരുമായി ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗശേഷം C. രവീന്ദ്രനാഥ്. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനും തീരുമാനം. അന്വേഷണ ചുമതല റൂറൽ ക്രൈംബ്രാഞ്ച് DYSPക്ക്. നന്ദി പറഞ്ഞ നായകൻ. വികാരനിർഭരമായ വിടവാങ്ങൽ പ്രസംഗവുമായി പ്രസിഡന്റ് ബരാക് ഒബാമ. ജീവിതത്തിൽ ശേഷിക്കുന്ന മുഴുവൻ ദിവസവും അമേരിക്കൻ ജനതയോടൊപ്പം താനുണ്ടാകും. മാറ്റം സംഭവിക്കേണ്ടത് മനസ്സിലാണെന്നും സാധാരണ ജനങ്ങളുടെ ഐക്യമാണ് മാറ്റം യാഥാർത്ഥ്യമാക്കുന്നതെന്നും ഒബാമ. പിൻഗാമിക്ക് സുഗമമായ സ്ഥാന കൈമാറ്റം വാഗ്ദാനം ചെയ്ത പ്രസിഡന്റ് പങ്കുവച്ചത് താൻ സ്ഥാനമൊഴിയുമ്പോഴും രാജ്യത്ത് വംശീയത നിലനിൽക്കുന്നതിലുള്ള വേദന. അമേരിക്കയിൽ മുസ്ലിം ജനതയോടുള്ള വിവേചനത്തെ എക്കാലവും എതിർക്കുന്നതായും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ്. അമേരിക്ക അനുവദിച്ചില്ലെങ്കിൽ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒരിക്കലും ഒരു പകരക്കാരനാകാൻ കഴിയില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു വിദേശ ഭീകര സംഘടനയ്ക്കും രാജ്യത്ത് ആക്രമണം നടത്താൻ ധൈര്യം വന്നിട്ടില്ലെന്നും ഒബാമ. വിടവാങ്ങൽ പ്രസംഗത്തെ അമേരിക്കൻ ജനത ഏറ്റുവാങ്ങിയത് കണ്ണീരോടെയും കരഘോഷത്തോടെയും. സ്വർണ്ണവില നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2690 രൂപ, പവൻ 21,520 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവില നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ ഇനി 5:30. നമസ്കാരം.